മൗത്ത് പോർഷനിൽ ദാ ഇതുപോലെ വരുന്ന കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി എടുത്ത് മാറ്റി വെച്ചേക്കാം. നമുക്ക് ഉപകാരമുള്ള ഒരു സംഭവം ഉണ്ടാക്കാം. അതെന്താ നമുക്ക് വഴിയെ കാണാം. ഫസ്റ്റ് ദാ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത ഭാഗം ഒന്ന് സെല്ലോ ടേപ്പ് വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇത്രയിടം വരെ ആയപ്പോൾ തന്നെ ചിലർക്ക് കാര്യം മനസ്സിലായി കാണുമായിരിക്കും. എന്തായാലും വീഡിയോയിലേക്ക് വരാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് രണ്ട് സൈഡിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. വെറുതെ ഒട്ടിച്ച പോരാ, ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൂടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പീസ് ഓഫ് ഷീറ്റ് എടുക്കുക. എന്നിട്ട് അതങ്ങ് ഒട്ടിച്ചെടുക്കുക. അതിപ്പോൾ റാപ്പിംഗ് പേപ്പർ ആവാം, അതുപോലെ തന്നെ ഗ്ലിറ്റർ പേപ്പർ ആവാം, എന്ത് പേപ്പർ ആയിക്കോട്ടെ. ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ A4 ഷീറ്റ് ആണെങ്കിൽ അതായാലും മതി. ഞാൻ A4 ഷീറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി വാഷി ടിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ വാഷി ടിപ്സ് ഉണ്ടായിരുന്നില്ല, സോ ഞാൻ വൈറ്റ് പേപ്പർ വെച്ചിട്ട് അത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അങ്ങ് വരച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ ഡോംസിൻ്റെ ബ്രഷ് പെൻസ് ഉണ്ടായിരുന്നു, സോ ഞാൻ അത് വെച്ചിട്ട് കുറച്ചൊരു പാറ്റേൺ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും വരച്ചു കൊടുക്കാം. എന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംഭവം മനസ്സിലായി കാണുമല്ലോ. ഈ കാണുന്ന പൗച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഡോംസിൻ്റെ ബ്രഷ് പെൻസ് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.